ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഡെപ്റ്റുള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അവർ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ അത് വിസിബിൾ ആയിരുന്നു. അത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് വഴി അവർ എന്ത് ചെയ്തു, കുറേയൊക്കെ മറച്ചു പിടിച്ചു. അത് 2020 വരെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി. അതിനുശേഷം ഒന്ന് ടൈറ്റനിങ്ങിലേക്ക് വന്നു. വീണ്ടും അവരത് നയങ്ങൾ മാറ്റി തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അതിന് പാകത്തിലുള്ള ഫെഡറൽ റിസർവ് ചെയർമാൻമാരെ ഉണ്ടാക്കും വരെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പുതിയ ആളെ ഇൻ്റർവ്യൂ ചെയ്തു എന്നാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളി ആഗ്രഹിക്കുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കാവുന്ന ഒരു സംവിധാനം പുള്ളിക്ക് വേണം. ഈ ഡോളറിനെ നമുക്ക് അമിതമായിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ട്. ഇപ്പോൾ ചൈന അതിനിടയ്ക്ക് യെന്ന് നന്നായിട്ട് കയറ്റി കൊണ്ടുവരുന്നുണ്ട്. ഈ ഇതുപോലുള്ള ബ്രിക്സ് കൂട്ടായ്മകൾ പോലുള്ള കൂട്ടായ്മകൾ അവരുടെ രീതിയിലുള്ള കറൻസിയിൽ കൊണ്ടുവരും. അപ്പോൾ ഡോളറിൻ്റെ ആശ്രിതത്വം കുറയുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് ഇന്ത്യ പോലും ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ രൂപയും അമേരിക്കൻ ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ രൂപ ഡിപ്രീസിയേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞെടുത്തും ഒരു പരിധിക്കപ്പുറത്തൊന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും കയറി ഇടപെടുന്നില്ല. എന്തിന് ഇടപെടണം എന്നുള്ള രീതിയിലേക്കാണ് അവരും കാര്യങ്ങൾ കാണുന്നത്. കാര്യം ഡോളർ ഒരു വലിയ കറൻസിയൊക്കെ തന്നെയാണ്, ലോകത്തെ ഏറ്റവും ഇപ്പോഴും ശക്തിയുള്ള കറൻസിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനിടയ്ക്കാണ് ഈ സ്വർണത്തിൻ്റെ വില കയറുന്നതിൽ പ്രധാന ഘടകങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്തും ഈ കറൻസിയുടെ ഒരു ചർച്ച വന്നാണല്ലോ. ആ സമയത്താണല്ലോ ഈ ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ളതിൽ നിന്ന് മെല്ലെ ഇതിലോട്ട് ഡോളറിലോട്ട് പോയത്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ വീണ്ടും സജീവമായി തുടങ്ങി. ഡോളർ ഇല്ലെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് മെക്കാനിസം ലോകത്ത് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പല തരത്തിലുണ്ട്. ആ ഒരു പൊസിഷനിലേക്ക് വരാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ പിറകെ നമ്മളെല്ലാം മേടിക്കുന്നത്. നമ്മളെല്ലാം വളരെ കുറച്ചേ മേടിക്കുന്നത്. ഇത് സെൻട്രൽ ബാങ്കുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. അതാണ് ഇതിൻ്റെ കുഴപ്പം. കാരണം അതാണ് അതിൻ്റെ ഒരു വില കയറാനുള്ള അമിതമായിട്ടുള്ളൊരു കാരണവും. അതെ.